ദൈവനാമത്തിന് മഹത്വം. സ്നാനം, ആത്മീകാഹാരം, ആത്മീക പാനീയം, ആത്മീക പാറ. 1 കൊരിന്ത്യർ 10 അതിന്റെ 2 വചനം. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ ചെങ്കടൽ സ്നാനത്തിന് നിഴലായി പറയപ്പെടുന്നു. അതിനാൽ ഇസ്രയേൽ ജനങ്ങളെല്ലാം മോശയോടുള്ള ഐക്യത്തിൽ മേഘത്തിലും സമുദ്രത്താലും സ്നാനപ്പെട്ടു. പുറപ്പാട് പുസ്തകം 14 അതിന്റെ 13 നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് മോശയുടെ വാക്കനുസരിച്ച് ഫറവോനും അവന്റെ സൈന്യവും ചെങ്കടലിൽ നശിപ്പിക്കപ്പെട്ടു. ഇത് നമ്മെ പിന്തുടരുന്ന പാപത്തെ നാം പൂർണ്ണമായും നശിപ്പിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത്. 1 തിമോത്തി 5 അതിന്റെ 24 പാപം നമ്മെ പിന്തുടരും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ ജനങ്ങൾ മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിലും രക്ഷയുടെ അനുഭവം ലഭിച്ചെങ്കിലും പാപമോചനം നേടിയെങ്കിലും അവരെ പിന്തുടരുന്ന ഒരു പാപമുണ്ട്. അത് നമ്മുടെ ജന്മ സ്വഭാവമാണ്, അതായത് ഫറവോന്റെ കഠിന സ്വഭാവം. റോമർ 9 അതിന്റെ 15, 17, 18 വാക്യങ്ങളിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും കഠിനതയെക്കുറിച്ചും എഴുതപ്പെട്ടിരിക്കുന്നു. കരുണ എന്നത് മോശയ്ക്ക് ലഭിച്ചത്, കഠിനം എന്നത് ഫറവോനെ ചെങ്കടലിൽ നശിപ്പിച്ചത്. യോനയുടെ ഉള്ളിൽ ഭക്തിവൈരാഗ്യവും ഇസ്രയേലിന്റെ ദൈവത്തോട് ഭയഭക്തിയും ഉണ്ടായിരുന്നു. ദൈവം കരുണയും മനസ്സലിവുള്ളവനും ദീർഘക്ഷമയും മഹാദയമുള്ളവനും തിന്മയെക്കുറിച്ച് അനുതപിക്കുന്നവനും ആണെന്ന് അറിഞ്ഞിട്ടും യോനയുടെ ഉള്ളിൽ ദേഷ്യവും കോപവും നിറഞ്ഞ കഠിന സ്വഭാവം ഉണ്ടായിരുന്നു. മരണം വരെ താൻ ഇങ്ങനെ ഇരിക്കൂ എന്ന് യോന പറഞ്ഞതായി നമുക്ക് കാണാം. ഇളയ മകനോട് പിതാവ് കരുണ കാണിക്കുന്നു, എന്നാൽ മൂത്ത മകൻ കഠിന ഹൃദയത്തോടെയാണ് അവസാനിപ്പിക്കുന്നത്. ലൂക്കോസ് 15 ശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശു ഇതിനെ താരതമ്യം ചെയ്യുന്നു. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി ഉറപ്പിക്കപ്പെട്ടതാണെങ്കിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 7 അതിന്റെ 30 പറയുന്നത് പോലെ അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരും വിധം യോഹന്നാന്റെ സ്നാനത്തെ നിരസിച്ചു. ഇതായിരുന്നു അവരുടെ കഠിനത. അതുകൊണ്ട് ശാസ്ത്രിമാരിലും പരീശന്മാരിലും യോനയിലും ആ മൂത്ത മകനിലും ഒരേപോലെയുള്ള ഈ കഠിന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. എബ്രയർ 3 അതിന്റെ 8 നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ കഠിന ഹൃദയം എന്ന പിന്തുടരുന്ന പാപം ചെങ്കടലിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടു. അത് ഫറവോനും അവന്റെ സൈന്യവുമായിരുന്നു. ഇസ്രയേൽ ജനങ്ങൾ മോശയുടെ കീഴിൽ സ്നാനപ്പെട്ടെങ്കിലും അവരുടെ ഹൃദയകാഠിന്യം മാറിയില്ല. അവർ ശാഠ്യമുള്ളവരും യുദ്ധപുരുഷന്മാരുമായി മരുഭൂമിയിൽ ഒടുങ്ങി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായും മുന്നറിയിപ്പായും ബോധനയായും ഇരിക്കുന്നു. 1 കൊരിന്ത്യർ 10 അതിന്റെ 3, 4, 5 വചനങ്ങളിൽ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ സ്നാനം, ആത്മീകാഹാരം, ആത്മീക പാനീയം, ആത്മീക പാറ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. സ്നാനമേറ്റവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അവർ മോഹിച്ച ഇടങ്ങളിൽ തന്നെ വീണുപോയതായി താഴെ പറയുന്ന വചനങ്ങളിൽ നമുക്ക് കാണാം. ആഹാരങ്ങൾ അവർക്ക് നാശമുണ്ടാക്കി എന്ന് തുടർച്ചയായ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആത്മീക ആഹാരം, ആത്മീക പാനീയം എന്നത് അവരുടെ മാംസവും യഥാർത്ഥ ഭക്ഷണമാണെന്നും അവരുടെ രക്തം യഥാർത്ഥ പാനീയമാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അയോഗ്യമായി അപ്പം തിന്നുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് 1 കൊരിന്ത്യർ 11 അതിന്റെ 31 എഴുതപ്പെട്ടിട്ടുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും വലിയതല്ലയോ എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 അതിന്റെ 22, 23 വചനങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നു. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് നമുക്ക് മതി എന്ന് 1 തിമോത്തിയോസ് 6:8 എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ പിന്തുടരുന്ന പാപത്തെ നശിപ്പിക്കാം. കാഠിന്യം ചെങ്കടലിൽ നശിപ്പിക്കപ്പെടണം. സ്നാനം എന്ന സത്യം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. പുറപ്പാട് 15 അവർ ആ വിജയം ആഘോഷിക്കുന്നു. സ്നാനത്തിൽ നമുക്ക് വിജയം വരിക്കാം. രാജാവിന്റെ ജയഘോഷം നമുക്കുള്ളിൽ മുഴങ്ങട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.